ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 9ലെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡറിലെ ചാപ്റ്റർ 5 ഹാപ്പി പ്രിൻസ് ആണ്. സോ വി വിൽ ബി ഡിസ്കസിങ് ദിസ് ചാപ്റ്റർ ഇൻ 3 പാർട്സ്. ദിസ് ഈസ് എ പാർട്ട് 1 ഓഫ് ദിസ് ചാപ്റ്റർ. സോ ഹാപ്പി പ്രിൻസ്. അപ്പോൾ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാച്യു ആണ്. ഹി വാസ് കവേർഡ് വിത്ത് ഗോൾഡ്. ഹി ഹാഡ് സാഫയർസ് ഫോർ ഐസ് ആൻഡ് എ റൂബി ഇൻ ഹിസ് സ്വോർഡ്. Why did he want to part with all the gold that he had and his precious stone? അപ്പോൾ ഹാപ്പി പ്രിൻസിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യു ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ സ്റ്റാച്യു ആണ്. അത് മൊത്തം ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണെങ്കിൽ പ്രഷ്യസ് ജെം അല്ലെങ്കിൽ പ്രഷ്യസ് സ്റ്റോൺ ആയിട്ടുള്ള സാഫയർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കത്തിയാണെങ്കിൽ റൂബി വെച്ചിട്ട് അല്ലെങ്കിൽ സ്വോർഡിലെ റൂബി വെച്ചിട്ടാണ്, വാള് റൂബി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വർണവും അതുപോലെ തന്നെ പ്രഷ്യസ് ഗോൾഡൊക്കെ അദ്ദേഹം ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം വൈ ഡിഡ് ഹി വോണ്ട് ടു പാർട്ട് ഓൾ വിത്ത് ഓൾ ദാറ്റ് ഗോൾഡ്, അല്ലേ? അദ്ദേഹത്തിന് ഉള്ള ആ ഗോൾഡിനൊക്കെ അദ്ദേഹം എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അത് കണ്ടെത്താനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് ഒരു ഹാപ്പി പ്രിൻസും അല്ലെങ്കിൽ ഒരു പ്രിൻസും എൻ്റെ സ്റ്റാച്യൂവും അതുപോലെ തന്നെ ഒരു സ്വാലോ എന്ന് പറയുന്നൊരു ടൈനി ബേർഡും ആണ് കേട്ടോ. സോ ഹൈ above the city on a tall column stood the statue of the happy prince. He was lighted over with thin leaves of fine gold. For eyes he had 2 bright sapphires and a large red ruby glowed on his sword hilt. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മളൊക്കെ സിറ്റിയിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു ടോൾ കോളം, അല്ലേ? വലിയൊരു ടോളായിട്ടുള്ളൊരു സ്റ്റാച്യു ആണ്. അതൊരു ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു ആണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൊത്തം അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൈഡഡ് അല്ലെങ്കിൽ മൂവ് ഓവർ എന്ന് പറയുന്നത് തിൻ ലീവ്സ് ഓഫ് ഫൈൻ ഗോൾഡ് കൊണ്ടാണ്, അല്ലേ? ചെറിയ ചെറിയ ഇലകൾ വെച്ചിട്ടല്ലേ, ഗോൾഡ് കൊണ്ടുള്ള ചെറിയ ചെറിയ ഇലകൾ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലാണെങ്കിൽ ബ്രൈറ്റ് സാഫയർ ഉണ്ട്, 2 സാഫയർ ഉണ്ട്, 2 പ്രഷ്യസ് സ്റ്റോൺ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാഡ് ഇരിക്കുന്ന ഹിൽറ്റ് അല്ലെങ്കിൽ ആ ഓറ അല്ലെങ്കിൽ ആ ഒരു സ്വാഡ് ഇരിക്കുന്ന ആ ഒരു സഞ്ചി പോലത്തെ, അല്ലേ? അല്ലെങ്കിൽ ഒരു വാളുറ, അതിനകത്ത് എന്താ ഉള്ളത്? റൂബിയാണുള്ളത്, അല്ലേ? One night there flew over the city a little swallow. His friends had gone away to Egypt 6 weeks before, but he had stayed behind. Then he decided to go to Egypt too. അപ്പോൾ ഒരു ദിവസം ഒരു സ്വാലോ എന്ന് പറയുന്ന ചെറിയൊരു ടൈനി ബേർഡ് എന്ത് ചെയ്തു? ഈ സിറ്റിയുടെ മുകളിലൂടെ തന്നെ പറക്കുകയായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 6 ആഴ്ച മുന്നേ തന്നെ ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ സിറ്റിയിൽ ഭയങ്കര കോൾഡാണ്, ഈജിപ്തിലാണെങ്കിൽ ഭയങ്കര ഹോട്ടുമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എക്സ്ട്രീം കോൾഡ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലിറ്റിൽ ബേർഡ് മാത്രം പോയില്ല. അപ്പം മാത്രം ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തു, അല്ലേ? തീരുമാനിച്ചു. ഓൾ ഡേ ലോങ് ഹി ഫ്ലൂ ആൻഡ് അറ്റ് നൈറ്റ് ടൈം ഹി അറൈവ്ഡ് അറ്റ് ദ സിറ്റി. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും? രാത്രി വരെ ഫുള്ളിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. നൈറ്റ് ആകുമ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് തിരിച്ചെത്തും. വേർ ഷാൾ ഐ പുട്ട് അപ്പ് ഹി സെഡ്. ഐ ഹോപ്പ് ദ ടൗൺ ഹാസ് മെയ്ഡ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഞാൻ എവിടെ ഇപ്പോൾ നിൽക്കുക, അല്ലേ? വേർ ഷാൾ ഐ പുട്ട് അപ്പ്, ഞാൻ എവിടെ ഇപ്പോൾ താമസിക്കുക? അതായത് ടൗൺ മൊത്തം എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലേ? Then he saw a statue on the tall column, അല്ലേ? അതിനുശേഷം ഒരു സ്റ്റാച്യു കണ്ടു, ഒരു ടോൾ കോളത്തിനകത്തുള്ള ഒരു സ്റ്റാച്യു കണ്ടു. I will put up there, he cried, അല്ലേ? ഞാൻ അവിടെ നിൽക്കും. It is a fine position with plenty of fresh air. So he alighted just between the feet of the happy prince. അപ്പോൾ ഞാനിവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വാലോ പറയുകയാണ്. അപ്പോൾ അവനൊരു പറ്റിയൊരു പൊസിഷൻ, ഒരു ഫൈൻ പൊസിഷൻ കിട്ടി. അവിടെ മൊത്തം ഫ്രഷ് എയർ ആണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ കാൽപാദത്തിൻ്റെ അവിടെ അത് അലൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ പതിയെ ഇറങ്ങി. I have a golden bedroom, he said softly to himself as he looked around. അല്ലേ? അവൻ തിരിച്ചങ്ങനെ ചുറ്റും നോക്കിയതിന് ശേഷം പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ഗോൾഡൻ ബെഡ് ഉണ്ട് ഇപ്പോൾ. ആൻഡ് ഹീ പ്രിപ്പയർഡ് ടു ഗോ ടു സ്ലീപ്പ്. ബട്ട് ജസ്റ്റ് ആസ് ഹി വാസ് പുട്ടിങ് ഹിസ് ഹെഡ് അണ്ടർ ദ വിങ് എ ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം. വാട്ട് എ ക്യൂരിയസ് തിങ്, ഹി ക്രൈഡ്. അപ്പോൾ അവനിങ്ങനെ ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു നമ്മുടെ സ്വാലോ ബേർഡ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രിൻസിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
അവൻ തല വെച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒരു വലിയൊരു ഡ്രോപ്പ് ഓഫ് വാട്ടർ അവൻ്റെ മേലിലേക്ക് വീണു. ഓ, എന്തോ ഒരു കൗതുകമായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലേ. വാട്ട് എ ക്യൂരിയസ് തിങ്, ഹി ക്രൈഡ്. ദർ ഈസ് നോട്ട് എ സിംഗിൾ ക്ലൗഡ് ഇൻ ദ സിറ്റി, ഇൻ ദ സ്കൈ, ദ സ്റ്റാർസ് ആർ ക്വൈറ്റ് ക്ലിയർ ആൻഡ് ബ്രൈറ്റ്, യെറ്റ് ഇറ്റ് ഈസ് റെയിനിങ്. അല്ലേ, അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ മേഘങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല, സ്റ്റാർസൊക്കെ നല്ല ക്ലിയർ തന്നെയാണ്. പക്ഷേ എന്താണ്, ഇപ്പോൾ മഴ പെയ്യുന്ന പോലെ അല്ലേ, ഒരു വലിയൊരു ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ അവൻ്റെ മേലിൽ വീണിട്ടുണ്ടായിരുന്നു. ദെൻ അനദർ ഡ്രോപ്പ് ഫെൽ. അതിന് ശേഷം വീണ്ടും ഒരു ഡ്രോപ്പും വീണു. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ സ്റ്റാച്യു ഇഫ് ഇറ്റ് കനോട്ട് കീപ് ദ റെയിൻ ഓഫ്, ഹി സെഡ്. ഓ, ഒരു സ്റ്റാച്യു ഉണ്ടായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യാണ്, അല്ലെങ്കിൽ മഴ തടുക്കാൻ പറ്റാത്ത സ്റ്റാച്യു കൊണ്ട് എന്തൊരു ഉപകാരമുള്ള, അല്ലെങ്കിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹി സെഡ്, ഐ മസ്റ്റ് ലുക്ക് ഫോർ എ ഗുഡ് ചിമ്നി പോട്ട്, ഹി ഡിറ്റർമൈൻഡ് ടു ഫ്ലൈ അവേ. അപ്പോൾ എനിക്കൊരു നല്ലൊരു ചിമ്നി പോട്ട് കണ്ടുപിടിക്കണം, എന്നാലേ എനിക്ക് സേഫ് ആവുള്ളൂ, ഞാൻ തിരിച്ചു പോവുകയാണെന്നുള്ള രീതിയിൽ നമ്മുടെ സ്വാലോ ബേർഡ് പറയാണ്. ബട്ട് ബിഫോർ ഹി ഓപ്പൺ ഹിസ് ഐസ് എ തേർഡ് ഡ്രോപ്പ് ഫെൽ ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ, വാട്ട് ഡിഡ് ഹി സീ. അപ്പോൾ അതിന് ശേഷം അവനിങ്ങനെ വിങ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ഡ്രോപ്പ് പിന്നെയും ഇങ്ങനെ വന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ, ഓ, എന്താണ് ഞാൻ കാണുന്നത്, വാട്ട് ഡിഡ് ഹി സീ, എന്താണ് അവൻ കണ്ടത് അല്ലേ. ദ ഐസ് ഓഫ് ദ ഹാപ്പി പ്രിൻസ് വർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആൻഡ് ടിയേഴ്സ് വർ റണ്ണിങ് ഡൗൺ ഹിസ് ഗോൾഡൻ ചീക്സ്. അപ്പോൾ ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണുകൾ മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞിട്ട് ടിയേഴ്സ് ഇങ്ങനെ അവൻ്റെ ഗോൾഡൻ ചീക്സ് അല്ലേ, സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കവളിലൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഹിസ് ഫേസ് വാസ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദ മൂൺ ലൈറ്റ് ദാറ്റ് ദ ലിറ്റിൽ സ്വാലോ വാസ് ഫിൽഡ് വിത്ത് പിറ്റി. അപ്പോൾ മൂൺ ലൈറ്റിൽ ഇപ്പം അവൻ്റെ ഫേസ് മൊത്തം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലിറ്റിൽ സ്വാലോയ്ക്ക് ഇത് കണ്ടപ്പോൾ വളരെ പിറ്റി തോന്നി അല്ലേ, സിമ്പതി തോന്നി. ഹൂ ആർ യു, ഹി സെഡ്. ഐ ആം ദ ഹാപ്പി പ്രിൻസ്. അപ്പോൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാനാണ് ഹാപ്പി പ്രിൻസ്. വൈ ആർ യു വീപ്പിംഗ് ദെൻ, ആസ്ക്ഡ് ദ സ്വാലോ. യു ഹാവ് ക്വൈറ്റ് ഡ്രഞ്ച്ഡ് മീ. അല്ലേ, അതായത് നീ എന്തിനാണ് ഇങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടുന്നല്ലേ, വിങ്ങി വിങ്ങി കരയുന്നത് എന്തിനാണ്, നീ എന്നെ നനച്ചിരിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ എന്നെ ടീയേഴ്സ് കൊണ്ട് എന്നെ ആകെ ഡ്രൂൾ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നനച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് മീനിങ് ഓഫ് ഡ്രഞ്ച്. When I was alive and had a human heart, answered the statue, I did not know what tears were, for I lived in the palace where the sorrow is not allowed to enter. അപ്പോൾ ഞാൻ എനിക്ക് ജീവനുള്ള കാലത്ത് എനിക്ക് നല്ലൊരു ഹൃദയം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ സങ്കടം എന്താണെങ്കിൽ കരച്ചിൽ എന്താണെന്ന് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനൊരു പാലസിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ഞാനൊരു കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരിക്കലും സങ്കടം അല്ലെങ്കിൽ സോറോ, സാഡ്നെസ്സിനൊന്നും ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല. മൈ കോർട്ടിയേഴ്സ് കോൾ മീ ദ ഹാപ്പി പ്രിൻസ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ ഹാപ്പി പ്രിൻസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹാപ്പി ഇൻഡീഡ് ഐ വാസ്, ഞാൻ ശരിക്കും ഹാപ്പി തന്നെയായിരുന്നു. സോ ഐ ലിവ്ഡ് ആൻഡ് സോ ഐ ഡൈഡ് അല്ലേ, ഞാൻ അങ്ങനെ ജീവിച്ചു, ഞാൻ അങ്ങനെ മരിച്ചു. ആൻഡ് നൗ ദാറ്റ് ഐ എം ഡെഡ് ദാറ്റ് ദേ സെറ്റ് മീ അപ്പ് ഹിയർ സോ ഹൈ ആൻഡ് ഐ ക്യാൻ സീ ദ അഗ്ലിനെസ് ആൻഡ് ഓൾ ദ മിസറി ഓഫ് മൈ സിറ്റി ആൻഡ് ദോ മൈ ഹാർട്ട് ഈസ് മെയ്ഡ് ഓഫ് ലെഡ് യെറ്റ് ഐ കനോട്ട് ചൂസ് ബട്ട് വീവ്. അപ്പോൾ പറയാണ്, ഇപ്പോൾ ഞാൻ അപ്പം മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, എന്നെ ഇത്രയും പൊക്കത്തിൽ വെച്ചിട്ട് എന്നെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നത് സിറ്റിയിലുള്ള എല്ലാ അഗ്ലി ആയിട്ടുള്ള മോശപ്പെട്ടതും അതുപോലെ തന്നെ അത്രയും മിസറി ആയിട്ടുള്ള അല്ലേ, സങ്കടം, സാഡ്നെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. എൻ്റെ ഹൃദയം ലെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് വെയ്പ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് വിങ്ങാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്ന് നമ്മുടെ ഹാപ്പി പ്രിൻസ് പറയാണ്. What? Is he not solid gold? Said the swallow to himself. He was too polite to make any personal remarks. അപ്പം എന്താണ് അത്, ഗോൾഡ് അത്ര സോളിഡ് അല്ലേ എന്ന് ചോദിക്കുക നമ്മുടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിചാരിക്കുന്ന സ്വാലോ നമ്മുടെ ബേർഡ്. അപ്പോൾ അത് നല്ല പൊളൈറ്റാണ് അല്ലേ, ഒരു പേഴ്സണൽ റിമാർക്സ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പൊളൈറ്റാണ്. ഹി വാസ് ടു പൊളൈറ്റ് ടു മേക്ക് എനി പേഴ്സണൽ റിമാർക്സ് അല്ലേ. Far away, continued the statue in a low musical voice, far away in a little street there is a poor house. One of the windows is open and through it I can see a woman seated at a table. അപ്പോൾ കുറേ ദൂരെ ഒരു ചെറിയൊരു മ്യൂസിക്കൽ വോയിസിൽ ഇങ്ങനെ പറയാണ് സ്റ്റാച്യു. അത് ദൂരെ ഒരു ലിറ്റിൽ സ്ട്രീറ്റിൽ ഒരു പാവപ്പെട്ട വീടുണ്ട്. ആ വീട്ടിലാണെങ്കിൽ അവിടുത്തെ ജനലുകളൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിലൂടെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് അല്ലേ, ഒരു വുമണാണ്. അവർ ഒരു ടേബിളിൻ്റെ ഇങ്ങനെ ഇരുന്നിട്ട്, ഹെർ ഫേസ് ഇസ് തിൻ ആൻഡ് വോൺ ആൻഡ് ഹീ ഹാസ് സ്ക്വയേഴ്സ്
red hands and all pricked by the needle, for she is a seamstress. അപ്പോൾ അവരുടെ മുഖം എന്ന് പറയുന്നത് വളരെ തിന്നാണ്, അതുപോലെ തന്നെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അവരുടെ കൈകളെന്ന് പറയുന്നത് വളരെ കൊഴസാണ് അല്ലേ, അതിൽ അത്ര സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡാണ്, റെഡ് കളേർഡാണ്. കാരണം അത് മൊത്തം ഇങ്ങനെ സൂചി കൊണ്ട് കുത്തി 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 റെഡ് കളേർഡ് ആയിട്ടുണ്ട്. അവരാരാണ്? ഒരു സെയിംസ്ട്രസ് ആണ്, അതായത് അവരൊരു തയ്യൽക്കാരിയാണ്. She is embroidering flowers on a satin gown for the loveliest of the queen's maid of honor to wear at the court ball നെക്സ്റ്റ് കോർട്ട് ബോൾ. അപ്പം അടുത്ത കോർട്ട് ബോൾ അല്ലെങ്കിൽ അടുത്തൊരു കോർട്ട് ബോൾ അല്ലെങ്കിൽ അടുത്തൊരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു എന്ന കൂട്ടം ആ ഒരു അടുത്തൊരു ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ കോർട്ട് ബോളിന് വേണ്ടിയിട്ട് അവർ ക്യൂനിൻ്റെ മെയ്ഡ്സ് ഓഫ് ഓണർ അല്ലേ, അവരുടെ അങ്ങനെ സെർവൻസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സൊക്കെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുകയാണ് അല്ലേ, സാറ്റിൻ ഗൗണ് എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. In a bed in the corner of the room, her little boy is lying ill. He has a fever and is asking his mother to give him oranges. അപ്പോൾ ആ ഒരു റൂമിൻ്റെ കോർണറിൽ ഒരു ബെഡിൽ നമ്മുടെ ഈ സീംസ്ട്രസിൻ്റെ തയ്യൽക്കാരിയുടെ മകൻ കിടക്കുന്നുണ്ട്, വയ്യാതെ കിടക്കുകയാണ്. അവൻ എന്തുണ്ട്? ഫീവർ ഉണ്ടല്ലേ, പനിയുണ്ട്. അവൻ്റെ അമ്മേനോട് ഓറഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് ദ റിവർ വാട്ടർ, സോ ഹീ ഈസ് ക്രൈയിങ്. അപ്പോൾ ഒന്നും കൊടുക്കാനില്ല അവൻ്റെ അമ്മയ്ക്ക്, അതായത് നമ്മുടെ സീംസ്ട്രസിന് ഒന്നും കൊടുക്കാനില്ല കയ്യിൽ, അത്രയ്ക്കും പൂവറാണ്. അവരുടെ കയ്യിൽ ആകെയുള്ള എന്താണ്? റിവർ വാട്ടർ മാത്രമാണ്. ആൻഡ് അതുകൊണ്ടാണ് അവനിങ്ങനെ കരയുന്നത് അല്ലേ. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, will you not bring her the ruby out of my little sword hilt? My feet are fastened to this pedestal and I cannot move. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമോ, എൻ്റെ സ്വാഡ് ഹിൽറ്റിലെ എൻ്റെ ഈ ഒരു വാളിൻ്റെ ഉറയിൽ നിന്ന് ഈ ഒരു റൂബി എടുത്തിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കാലാകട്ടെ ഈ ഒരു പെഡസ്റ്റലിലെ ഞാനിങ്ങനെ നിൽക്കുന്ന ആ ഒരു അടിത്തറയിൽ ഫുള്ളിങ്ങനെ സിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. I'm waited for in Egypt, said the swallow. My friends are flying up and down the Nile and talking to the large lotus flowers, and soon they will go to sleep. ഞാൻ ഈജിപ്ത് പോകാൻ നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ ഫുള്ള് നൈൽ നദിയൊക്കെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ പറന്ന് അവരാണെങ്കിൽ ലാർജ് ലോട്ടസ് ഫ്ലവേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാർജ് ലോട്ടസ് ഫ്ലവേഴ്സോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. സൂൺ ദേ ഗോ ടു സ്ലീപ്പ് അല്ലേ, വേഗം തന്നെ അവർ ഉറങ്ങാൻ വേണ്ടി പോകും. ദ പ്രിൻസ് ആസ്ക്ഡ് ദ സ്വാലോ ടു സ്റ്റേ വിത്ത് ഹിം ഫോർ 1 night ആൻഡ് ബി ഹിസ് മെസ്സഞ്ചർ. ദ ബോയ് ഈസ് സോ തേഴ്സ്റ്റി ആൻഡ് ദ മദർ സോ സാഡ്, ഹി സെഡ്. അപ്പോൾ പ്രിൻസ് ആവട്ടെ എന്താണ് ഇപ്പം പ്രിൻസിനാവട്ടെ അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി എൻ്റെ കൂടെ തങ്ങുമെന്ന് ചോദിക്കുകയാണ്, എൻ്റെ മെസ്സഞ്ചർ ആവുമെന്ന് ചോദിക്കുകയാണ്. ആ കുട്ടിയാവട്ടെ, അതായത് നമ്മുടെ സീംസ്ട്രസിൻ്റെ കുട്ടിയാവട്ടെ നല്ലോണം ദാഹിച്ചിരിക്കുകയാണ്. അവൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് അല്ലേ. ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ബോയ്സ്, ആൻസർ ദ സ്വാലോ. ഐ വോണ്ട് ടു ഗോ ടു ഈജിപ്ത്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ബോയ്സൊന്നും ഇഷ്ടമില്ല എന്ന് സ്വാലോ പറയാണ്. എനിക്ക് ഈജിപ്തിലേക്ക് പോകണമെന്ന് പറയാണ്. ബട്ട് ദ ഹാപ്പി പ്രിൻസ് ലുക്ക്ഡ് സോ സാഡ് ദാറ്റ് ദ ലിറ്റിൽ സ്വാലോ വാസ് സോറി. ഇറ്റ് ഈസ് വെരി cold there here, he said, but he agreed to stay with him for 1 night and be his messenger. അപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസ് ആവട്ടെ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. കാരണം ലിറ്റിൽ സ്വാലോ പറയാണ് ഇവിടെ നല്ല തണുപ്പാണ്, പക്ഷേ എന്ത് ചെയ്യുക, ഒരു ദിവസം രാത്രി ഞാനിവിടെ തങ്ങാം, നിങ്ങളുടെ മെസ്സഞ്ചർ ആവാമെന്ന് ഹാപ്പി പ്രിൻസിനോട് പറയാണ്. താങ്ക് യു ലിറ്റിൽ സ്വാലോ, സെഡ് ദ പ്രിൻസ്. വളരെ നന്ദിയുണ്ട് സ്വാലോ. ദ സ്വാലോ പിക്ഡ് ഔട്ട് ദ ഗ്രേറ്റ് റൂബി ഫ്രം ദ പ്രിൻസസ് sword and flew away with it in his beak over the roofs of the town. അങ്ങനെ ടൗണിൽ ഇങ്ങനെ പറന്ന് നമ്മുടെ പ്രിൻസിൻ്റെ സ്വാഡിൽ നിന്ന് ഒരു വലിയൊരു റൂബി എടുത്തിട്ട് പിക്ക് ചെയ്തിട്ട് അതിങ്ങനെ പറന്നു പോവാണ്. He passed by the cathedral tower where the white marble angels were sculptured. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കത്തീഡ്രൽ ടവർ പാസ് ചെയ്തു. അവിടെ ഫുള്ളിങ്ങനെ വൈറ്റ് മാർബിളിൽ ഇങ്ങനെ ഏഞ്ചൽസിൻ്റെ ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ സ്കൾപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹി പാസ്ഡ് ബൈ ദ പാലസ് ആൻഡ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ഡാൻസിങ് അല്ലേ. പാലസ് ഇങ്ങനെ കടന്നു, എന്നിട്ട് ഇപ്പം ഡാൻസ് ചെയ്യുന്ന സൗണ്ട് തന്നെ കേൾക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഗേൾ കെയിം ഔട്ട് ഓൺ ദ ബാൽക്കണി വിത്ത് ഹെർ ലവർ. ഒരു സുന്ദരിയായ പെൺകുട്ടി ബാൽക്കണിയിൽ പുറത്തുനിന്ന് വന്നിട്ട് അവൻ്റെ
ഇങ്ങനെ ഒരു ബാൽക്കണിയിൽ ലവറിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഐ ഹോപ്പ് മൈ ഡ്രസ് വിൽ ബി റെഡി ഇൻ ടൈം ഫോർ ദ സ്റ്റേറ്റ് ബോളിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷി സെഡ് ഐ ഹാവ് ഓർഡേഡ് ഫ്ലവേഴ്സ് ടു ബി എംബ്രോയ്ഡഡ് ഓൺ ഇറ്റ് ബട്ട് ദ സീംസ്ട്രസസ് ആർ സോ ലേസി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സീംസ്ട്രസ്സിൽ അതായത് തയ്യൽക്കാർ ഭയങ്കര മടിയുള്ള ഒരാളാണെന്ന് പറയുന്നത്. മേ ബി അത് നമ്മുടെ മെയ്ഡ്സ് ഓഫ് ഓണർ ആയിരിക്കാം, അല്ലെ ക്വീനിൻ്റെ മെയ്ഡ്സ് ഓഫ് ഓണർ ആയിരിക്കാം ആ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലേ. അപ്പോൾ ഈ നമ്മുടെ സ്വാലോ ആ റൂബി ആ പറയുന്ന സീംസ്ട്രസിൻ്റെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ മീനിങ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത ചാപ്റ്റേഴ്സിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഓൾ. താങ്ക് യു എവരി വൺ.